വരുൺ, വരുൺ ഇതുവരെ എഴുന്നേറ്റില്ലേ? ദേ അവിടെ അമ്മയൊക്കെ തിരക്കുന്നുണ്ട്. വാ എഴുന്നേക്ക്. ദാ ഈ കോഫി കുടിക്ക്. വരുൺ, 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 വരുൺ എണീക്ക്. കോഫി കുടിക്ക്. വരുൺ എണീക്കാൻ. വരുൺ എഴുന്നേക്ക്. എഴുന്നേക്കാൻ. വരുൺ എഴുന്നേക്ക്. വരുൺ, വരുൺ എഴുന്നേക്ക്. ഞാൻ വിളിച്ചു പോവേ. എന്നാണ് ഈ മോള് നാണം കെടുവേ. പതുക്കെ ചിരിക്കടോ, അമ്മ കേൾക്കും. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അവര് വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അമ്മയുടെ മോനെ വല്ലത ശ്രദ്ധയാണ്. പറഞ്ഞു കൊടുക്കോ? ആ, ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കോ? എന്നാ ഞാൻ കാണിച്ചു തരാം. എന്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഒരുപക്ഷെ ഞാൻ സർവീസിൽ നിന്നും സസ്പെൻഷൻ ചെയ്യപ്പെടുകയോ എന്നേക്കുമായി നീക്കം ചെയ്യപ്പെടുകയോ ചെയ്തേക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ മുമ്പിൽ വന്നാ എനിക്ക് തന്റെ പേര് പറയേണ്ടി വരും. ഓ, അത് ശരി. അപ്പൊ താനും എന്റെ പേര് ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? വേറെ നിവൃത്തിയില്ല. അവളും അവളുടെ കൂട്ടാളികളും സഞ്ചരിക്കുന്ന കാറ് കത്തിച്ചു കളഞ്ഞാലോ? പ്രിയങ്ക കത്തിച്ചു കളഞ്ഞ പോലെ. അബദ്ധങ്ങൾ ആവർത്തിക്കണ്ട, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തൽക്കാലം ആരതി വർമ്മയ്ക്കും സംഘത്തിനും താൻ മൂലമോ മറ്റാരെങ്കിലും മൂലമോ ഒന്നും പറ്റാതിരിക്കാനാണ് താൻ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നോ ഡൗട്ട് അന്ന് തന്നെ തന്റെ അറസ്റ്റ് ഉണ്ടാവും. പുതിയ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നത് തന്നെ അപകടമാണ്. നോ കോൾസ്, നോ മീറ്റിംഗ്. ഞാൻ വരട്ടെ. താൻ പിന്നിലെന്ന് മാറിയതുകൊണ്ട് ഞാൻ തോറ്റു കൊടുക്കുമെന്ന് കരുതണ്ട. ചന്ദ്രശേഖരൻ തീരുമാനിച്ചുറപ്പിച്ചതൊക്കെ അതേപോലെ തന്നെ നടക്കും. ആരതി വർമ്മയല്ല, ആര് തടസ്സം നിന്നാലും. എന്തിന്? ഓ, പ്രോഗ്രാം പ്ലാൻ ചെയ്യാനായിട്ട് അവരുണ്ടല്ലോ. നമ്മുടെ മുത്തശ്ശി ജയഭാരതി. ജയഭാരതി അവരുടെ പ്രായം നോക്കിട്ടാ ഞാനൊന്നും ചെയ്യാത്തത്. അവരൊറ്റൊരുത്തിയ ഈ വരുണ്ണെ രാധ ഇങ്ങനെ ആക്കിയത്. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാലേ കൊടുക്കുന്നുണ്ട് ഞാൻ. കൽപ്പന, അവര് രണ്ടാളും കൂടി പോകുന്നത് കൽപ്പനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഓ, എനിക്ക് സഹിക്കാതിരുന്നിട്ട് എന്താ കാര്യം? എങ്കിലേ ഈ യാത്ര നമുക്കൊന്ന് തടഞ്ഞാലോ? എങ്ങനെ? മാർഗമുണ്ട്. നമുക്ക് സുഖമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ.
നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറഞ്ഞ് നമ്മൾ ആ വണ്ടി കയറിയിരിക്കുന്നു. അത് പിന്നെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഹോസ്പിറ്റലിൽ വരുമ്പോ ഇറങ്ങണ്ടേ? ഒരിടത്ത് കയറി പറ്റിക്കഴിഞ്ഞാ അവിടുന്ന് പിന്നെ ഇറങ്ങാതിരിക്കാനുള്ള സൂത്രം നിനക്കറിയില്ലേ? അപ്പോ മൊത്തത്തില് നമ്മൾ അവരുടെ ആദ്യത്തെ ട്രിപ്പ് അങ്ങ് കുളമാക്കി കൈ കൊടുക്കുന്നു. അല്ല പിന്നെ. അതെ, നമ്മളിങ്ങനെ ചൊറിച്ചിലും ചൊറിഞ്ഞും മനസ്സും വേദനിച്ചിരിക്കുമ്പോ രണ്ടാളും അങ്ങനെ ഉലകം ചുറ്റണ്ട. കൽപ്പന പോയി പെട്ടെന്ന് റെഡിയാവും. അവരിറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പോയി വണ്ടിയിരിക്കണം. ആ, അവിടെയും വരും മുത്തശ്ശിയുടെ തടസ്സം. അങ്ങനെയാണെങ്കിൽ അപ്പൊ ആ തുറുപ്പ് ചീട്ട് നമുക്ക് പ്രയോഗിക്കാം. രാധികയുടെ കാലുപിടുത്തം. കണിമംഗലത്തെ വണ്ടിയിൽ ഞാനും നീ കേറാൻ പാടില്ലെന്ന് അവൾ എന്തായാലും പറയില്ലല്ലോ. ആ, ഈ അടുത്ത കാലത്തായിട്ട് ചെറിയമ്മയുടെ ബുദ്ധിയൊന്ന് വളർന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ, പക്ഷെ ചന്ദ്രൻ ഇപ്പോഴും പറയുന്നതേ ഞാൻ മണ്ടിയാണെന്നാ. അല്ല, ചില നേരത്തെ ബുദ്ധി തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല മണ്ടത്തര. ഓ, നീ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാ. അല്ലെങ്കിൽ അവരിറങ്ങും.